السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ നിലകൊള്ളുന്നത് വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിലാണ്. റജബ് മാസത്തിൻ്റെ പവിത്രമാക്കപ്പെട്ട രാവുകളിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. റജബ് 25-ാം രാവിലാണ് ഞാൻ നിലകൊള്ളുന്നത്. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും, എല്ലാ ദുഃഖങ്ങളും, എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു നീക്കി തരുമാറാകട്ടെ. വിശുദ്ധമാക്കപ്പെട്ട മാസത്തിൻ്റെ ഹക്ക് ജാബർക്കത്ത് കൊണ്ട്, ദിവസത്തിൻ്റെ ഹക്ക് ജാബർക്കത്ത് കൊണ്ട് അള്ളാഹു സലാമത്തിൻ്റെ ഒരു കവാടം അള്ളാഹു നമുക്ക് തുറന്നു തരുമാറാകട്ടെ. തങ്ങളെ നല്ല നല്ല ദിവസങ്ങളിലൂടെയും നല്ല മാസത്തിലും നല്ല രാവുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. തങ്ങളെ മജ്‌ലിസിൽ ആത്മാർത്ഥമായി ദുആ ചെയ്യണം എന്ന് പറഞ്ഞ് വസീയത്ത് ചെയ്ത ആളുകളുണ്ട്. ഫോൺ വിളിച്ചിട്ടായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയവരായിട്ടും വാട്സപ്പിൽ മെസ്സേജ് അയച്ചവരായിട്ടും നേരിട്ട് വന്ന് ബന്ധപ്പെട്ടവരായിട്ടും ധാരാളം ആളുകൾ ദുആ വസീയത്ത് ചെയ്തവരുണ്ട്. തങ്ങളെ പ്രത്യേകം ദുആ ചെയ്യണം, മജ്‌ലിസിൽ ആത്മാർത്ഥമായി ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്‌ലിസിൽ നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യും. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു അമലാണ്, ഒരു സ്വലാത്താണ്. എല്ലാവർക്കും അറിയുന്ന സ്വലാത്താണ്. നമ്മുടെ എന്തു പ്രയാസമാണോ ധാരാളം ആളുകൾക്ക് ഉത്തരം കിട്ടിയ ഒരു സ്വലാത്തും കൂടിയാണ്. ധാരാളം ആളുകളുടെ പ്രയാസങ്ങൾ നീങ്ങിത്തീർന്ന ഒരു സ്വലാത്തും കൂടിയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മജ്‌ലിസിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ധാരാളം ആളുകൾക്ക് പ്രയാസങ്ങളും പരിവർത്തനങ്ങളും നീങ്ങിയ സ്വലാത്ത്, നമ്മുടെ തീശക്തിയെപ്പോലെ, അഗ്നിശക്തിയെപ്പോലെ നമ്മുടെ പ്രയാസങ്ങൾ കരിച്ചു കളയുന്ന സ്വലാത്ത്. ഏതാണ് ആ സ്വലാത്ത്? ഇൻഷാ അല്ലാഹ് ആ സ്വലാത്ത് 406 ദിവസം, ഇൻഷാ അല്ലാഹ് 406 ദിവസം, ഒരു ദിവസം 11 പ്രാവശ്യം, കൂടുതലൊന്നും വേണ്ട, മഗ്‌രിബ് നിസ്കരിച്ചിട്ട് ഈ മജ്‌ലിസിൽ വെച്ചിട്ട്, ഇന്ന് റജബ് 25-ാം രാവിലെ ഈ മജ്‌ലിസിൽ വെച്ചിട്ട് ഓരോരുത്തരും നിയ്യത്താക്കണം. ഈ കാണുന്ന വീഡിയോ കാണുന്ന ഓരോരുത്തരും നിയ്യത്താക്കണം, തങ്ങളെ എൻ്റെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ. നമ്മൾ ചൊല്ലിയതാവാം, തങ്ങളെ ഞാനത് ചൊല്ലിയിട്ടുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്. അവർക്ക് വീണ്ടും ഇജാസിയത്തോടുകൂടി, മഹാന്മാരുടെ ഇജാസിയത്തോടുകൂടി ഈ മജ്‌ലിസിൽ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ മജ്‌ലിസിൽ വെച്ച് നിങ്ങൾ ചൊല്ലിക്കോളി. നമുക്ക് ഇന്ന് 11 ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു നൽകുമാറാകട്ടെ. ഈ 4444 സ്വലാത്ത് നിങ്ങൾ ചൊല്ലി തീർക്കണം. ഒരു ദിവസം 11 വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഈ മജ്‌ലിസിൽ ഇജാസിയത്തോടു കൂടി നിങ്ങൾ ചൊല്ലണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ധാരാളം പ്രയാസങ്ങൾ, ഭർത്താവിൻ്റെ പ്രയാസങ്ങൾ, മക്കളെ പ്രയാസങ്ങൾ, ഭാര്യയുടെ പ്രയാസം, മക്കളെ പ്രയാസങ്ങൾ, വീട് പണി പൂർത്തിയാവാൻ തങ്ങൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. വീട് മഴക്കാലത്ത് ചോർന്നൊലിക്കുകയാണ്, തങ്ങളെ ദുആ ചെയ്യണം. തങ്ങളെ കോട്ടൈസിലാണ്, വാടക കൊടുത്ത് കുടുങ്ങി, തങ്ങളെ ദുആ ചെയ്യണം. അങ്ങനെ പല ജാതി പ്രയാസങ്ങൾ പറഞ്ഞവർ നമ്മളെ ഈ മജ്‌ലിസിലുണ്ട്. നമ്മളെ മജ്‌ലിസിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ പറയാനുള്ളത് പ്രയാസങ്ങളും ദുഃഖങ്ങളും പരിവർത്തനങ്ങളും വല്ലായ്മകളും പോരായ്മകളും ഒക്കെയാണ് അവർക്കൊക്കെ പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ അമൽ സ്വീകരിച്ച് ഇൻഷാ അല്ലാഹ് ഒരു ദിവസം, കൂടുതലൊന്നുമില്ല, ഒരു ദിവസം ഒരു 11 നിങ്ങൾ ചൊല്ലിയാൽ മതി. അങ്ങനെ 406 ദിവസം നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ചൊല്ലിയവർ വിളിച്ചു പറഞ്ഞവരാണ്. തങ്ങളെ ഞാനിത് ചൊല്ലിയിട്ട് റാഹത്താണ്, അൽഹംദുലില്ലാഹ്, നമ്മൾ കൊടുത്തവർ ചൊല്ലിയിട്ട് അൽഹംദുലില്ലാഹ് എൻ്റെ പ്രയാസങ്ങൾ നീങ്ങി, തങ്ങളെ ഞാൻ പറയുന്ന പ്രയാസങ്ങൾ തങ്ങളെ നീങ്ങി. ഉമ്മയുടെ ഒരു സഹോദരൻ കാസർഗോഡ് നിന്ന് വിളിച്ചിട്ട് പറഞ്ഞതാണ്, ഉമ്മയുടെ പ്രയാസം, ഉമ്മ വെന്റിലേറ്ററിലാണ്, തങ്ങൾ ദുആ ചെയ്യണം.
ഖൈറായത് നടക്കാൻ ഇൻഷാ അല്ലാഹ് നമ്മൾ സ്വലാത്ത് ചൊല്ലാൻ കൊടുത്ത് നാരിയത്തു സ്വലാത്ത് നേർച്ചയാക്കിക്കോ മോൻ നേർച്ചയാക്കിക്കോ മോൻ ചൊല്ലി തീർക്കണം 4444 നാരിയത്തു സ്വലാത്ത്. അൽഹംദുലില്ലാ നാരിയത്തു സ്വലാത്തിൻ്റെ ഹക്ക് ജാവ് ബർക്കത്ത് കൊണ്ട് ആ പ്രയാസങ്ങൾ നീങ്ങി. ഇപ്പോൾ ഉമ്മ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലാണ് എന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. അൽഹംദുലില്ലാ. അങ്ങനെ ധാരാളം പ്രയാസങ്ങൾ, ധാരാളം വിളിക്കുന്ന ആളുകൾക്ക് നമ്മൾ നേർച്ചകൾ കൊടുക്കാറുണ്ട്. ഇങ്ങനെ 4444 നാരിയത്തു സ്വലാത്തും കുത്തുബിയ്യത്തും അങ്ങനെ പല ജാതി നേർച്ചകൾ അല്ലാഹുവേ, ആ നേർച്ചയുടെ ഫലം കൊണ്ട് അല്ലാഹുവിൻ്റെ പ്രയാസങ്ങൾ അല്ലാഹു നീക്കി കൊടുക്കണേ തമ്മിൽ. അങ്ങനെ ധാരാളം അനുഭവങ്ങൾ നമുക്ക് നാരിയത്തു സ്വലാത്തിലൂടെ നമുക്ക് പറയാനുണ്ട്. ധാരാളം ആളുകൾക്ക് ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ധാരാളം ഉത്തരം കിട്ടിയവരുണ്ടാകും. 4444 നാരിയത്തു സ്വലാത്ത് ചൊല്ലിയിട്ട് ഉത്തരം കിട്ടിയവരുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് മറ്റുള്ളവർക്കും കൂടി ഒരു ഉപകാരപ്പെടാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് എല്ലാ പ്രയാസങ്ങളും, എല്ലാ ദുഃഖങ്ങളും, എല്ലാ വല്ലായ്മകളും, എല്ലാ പോരായ്മകളും നമ്മളിൽ നിന്ന് നീങ്ങിക്കിട്ടണം. അതിന് 4444 നാരിയത്തു സ്വലാത്ത് ഇൻഷാ അല്ലാഹ് നമ്മൾ നേർച്ചയാക്കണം. അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് വിശുദ്ധമാക്കപ്പെട്ട നമ്മളെ മജ്ലിസ് തുടങ്ങുകയാണ്. ഇൻഷാ അല്ലാഹ് വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിലാണ് ഞാൻ നിലകൊള്ളുന്നത്. റജബിൽ ചൊല്ലേണ്ട ഒരു 100 ദിക്റുണ്ട് ഇൻഷാ അല്ലാഹ്. റജബിലെ അവസാനത്തെ 10 ചൊല്ലേണ്ട 100 ദിക്ർ ഇൻഷാ അല്ലാഹ് ചൊല്ലി ഫാത്തിഹ ഓതി ഇഖ്ലാസ് ഓതി മുഅവ്വിദത്തൈനികൾ ഓതി ഇൻഷാ അല്ലാഹ് ഒരു 11 നാരിയത്തു സ്വലാത്ത് ഈ മജ്ലിസിൽ നിന്ന് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. എൻ്റെ മുത്തു മുഅ്മിനീങ്ങളെ, ഈ മജ്ലിസിൽ നിന്ന്, ഈ സയ്യിദിയ മജ്ലിസിൽ നിന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. ഒരു 11 നാരിയത്തു സ്വലാത്ത് ചൊല്ലി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ തുടക്കമാണ്. നല്ലൊരു ദിവസത്തിൽ 25-ാം രാവിലെ, റജബ് 25-ാം രാവിലെ നമ്മൾ തുടക്കം കുറിക്കുകയാണ്. ഇന്നു മുതൽ 406 ദിവസം നിങ്ങൾ ചൊല്ലണം. 406 ദിവസം, ഒരു കൊല്ലവും 44 ദിവസവും നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ നാരിയത്തു സ്വലാത്ത് പതിവാക്കിക്കോ. നിങ്ങളെ പ്രയാസങ്ങൾ നീങ്ങും. നിങ്ങളെ വീട്ടിൽ പൈശാചികമായ ഉപദ്രവമുണ്ടോ അത് കരിഞ്ഞു പോകും, കരിയിച്ചു കളയും, അല്ലാഹു ബാത്തിലാക്കി കളയും. സിഹറുമായി ബുദ്ധിമുട്ടുന്നുണ്ടോ ഈ നാരിയത്തു സ്വലാത്ത് ചൊല്ലിക്കോ, അല്ലാഹു ബാത്തിലാക്കി കളയും. പല ജാതി വീടിനാണോ നിങ്ങൾ ആഗ്രഹം എന്തുമാകട്ടെ ഇൻഷാ അല്ലാഹ് നേർച്ചയാക്കിയിട്ട് ഈ 4444 നാരിയത്തു സ്വലാത്ത് ഈ മജ്ലിസിലൂടെ ഇൻഷാ അല്ലാഹ് നേർച്ചയാക്കിയവർ ഇൻഷാ അല്ലാഹ് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. ഇൻഷാ അല്ലാഹ് തങ്ങളെ ഞാൻ നേർച്ചയാക്കി, എൻ്റെ ഇത്തരം പ്രയാസങ്ങൾ നീങ്ങാൻ തങ്ങൾ ദുആ ചെയ്യാൻ ഞാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നേർച്ചയാക്കണം. എന്നാൽ അടുത്ത മജ്ലിസിൽ നമുക്ക് ദുആ ചെയ്യാൻ കഴിയൂ. അടുത്ത ഇതുപോലുള്ളൊരു മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാൻ കഴിയും. അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ചൊല്ലാൻ തുടങ്ങുകയാണെങ്കിൽ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോട് കൂടി ചൊല്ലുക. എൻ്റെ ഒപ്പം ഈ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ചൊല്ലുക. ഇൻഷാ അല്ലാഹ് നമ്മൾ ചൊല്ലാൻ തുടങ്ങുകയാണ്. മഹത്താക്കപ്പെട്ട ദിക്റാണ്. റജബ് അവസാനത്തെ 10 ചൊല്ലേണ്ട മഹത്താക്കപ്പെട്ട ദിക്റാണ് ഇൻഷാ അല്ലാഹ് ചൊല്ലാൻ പോകുന്നത്. അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. നല്ലത് പറയാനും നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല അമാലുകൾ ചെയ്യാനും അല്ലാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. അതിൻ്റെ കാരണത്താൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും, ചെറുതും വലുതുമായ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നീക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ചൊല്ലുക. ആത്മാർത്ഥതയോടുകൂടി ചെല്ലുന്നതിൻ്റെ മുമ്പ് നമ്മൾ മനസ്സിലുള്ള എല്ലാ മുറാദുകളും ഓരോരോ മുറാദുകളാണ്. പലവർക്കും പല ജാതി മുറാദുകൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മനസ്സിൻ്റെ ഉള്ളിൽ തിങ്ങി നിൽക്കുന്ന ദുഃഖങ്ങൾ ഉള്ളവരുണ്ട് ഈ കൂട്ടത്തിൽ. ഭർത്താവിൻ്റെ ജോലി ശരിയാവണം, തങ്ങൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട് ഈ കൂട്ടത്തിൽ. മകൻ്റെ ജോലി, മകൻ വിസിറ്റിങ്ങിന് പോയതാണ്, തങ്ങളെ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അവരാ മനസ്സിൽ ആ മുറാദ് മനസ്സിൽ കരുതിക്കോ. വീട് പണി പൂർത്തിയാവാൻ തങ്ങളെ കോട്ടേഴ്സിലാണ്, ധാരാളം വർഷമായി കോട്ടേഴ്സിൽ കഴിയുകയാണ്. തങ്ങൾ ദുആ ചെയ്യണം. തങ്ങളെ ധാരാളം വർഷക്കാലമായി കോട്ടേഴ്സിലാണ്. കോട്ടേഴ്സിൻ്റെ വാടക കൊടുത്ത് കുടുങ്ങി തങ്ങളെ മടുത്ത് തങ്ങൾ ദുആ ചെയ്യണം.
ഒരു ഹൈറായ ഒരു ഭവനത്തിന് വേണ്ടി തങ്ങൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്, പൊട്ടിക്കരഞ്ഞ് പറഞ്ഞ ആളുകളുണ്ട്. പൊന്നാര ഉമ്മ ഖബറിലാണ്, ഉപ്പ ഖബറിലാണ്, തങ്ങളെ ദുആ ചെയ്യണം എന്ന് പറഞ്ഞ ആളുകളുണ്ട്. രോഗികളാണ്, തങ്ങൾ ദുആ ചെയ്യണം എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അവരൊക്കെ ഈ മനസ്സിൽ മുറാദുകൾ കരുതിയിട്ട് ഇൻഷാ അല്ലാഹ് ചൊല്ലുക. അല്ലാഹു ഉത്തരം തരുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഇൻഷാ അല്ലാഹ് ചൊല്ലുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലാഹിർ റഊഫ് 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 സുബ്ഹാനല്ലാഹിർ റഊഫ്. ഇൻഷാ അല്ലാഹ് ഒരു 33 പ്രാവശ്യം എല്ലാവരും ഇൻഷാ അല്ലാഹ് മനസ്സൊരുക്കി ഒരു 33 പ്രാവശ്യം. നമ്മൾ ധാരാളം തെറ്റുകൾ ചെയ്തവരാണ് ജീവിതത്തിൽ. ഉടനീളം അറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകൾ ജീവിതത്തിൽ വന്നു പോയ ആളുകളാണ് നമ്മൾ.
ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി ഇൻഷാ അല്ലാഹ് നിങ്ങളൊരു 33 പ്രാവശ്യം എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു തരട്ടെ, അള്ളാഹു പുറത്തു തരട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു 33 പ്രാവശ്യം ഇൻഷാ അല്ലാഹ് ഒരു അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന ദിക്ർ ഇൻഷാ അല്ലാഹ് ഒരു 33 പ്രാവശ്യം ചൊല്ലുക. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഏറ്റുചൊല്ലുക. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി ഫാത്തിഹ ഓതി, ഇഖ്ലാസ് ഓതി, മുഅവ്വിദത്തൈനികൾ ഓതി ഇൻഷാ അല്ലാഹ് നമ്മൾ സ്വലാത്തിലേക്ക് കടക്കാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇൻഷാ അല്ലാഹ് ഇഖ്ലാസ് സൂറത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് ഓതാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇൻഷാ അല്ലാഹ് മുഅവ്വിദത്തൈനികൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി ഇൻഷാ അല്ലാഹ് ഒപ്പം ഓത്. ഇൻഷാ അല്ലാഹ് തെറ്റുകളില്ലാതെ ഇൻഷാ അല്ലാഹ് ഓത്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ്. ഇൻഷാ അല്ലാഹ് നമുക്കിനി സ്വലാത്തിലേക്ക് കടക്കാം. ഇൻഷാ അല്ലാഹ് നാരിയത്തു സ്വലാത്ത്. ഇൻഷാ അല്ലാഹ് നമ്മളെ പ്രയാസങ്ങൾ, അഗ്നി പോലെ വരുന്ന പ്രയാസങ്ങൾ, അഗ്നി ശക്തിയിൽ നമ്മളെ പ്രയാസങ്ങളെ ഇല്ലാതാക്കി കളയുന്ന നാരിയത്തു സ്വലാത്താണ് ഇൻഷാ അല്ലാഹ് നമ്മളെ മജ്ലിസിൽ വെച്ചിട്ട് നമ്മൾ ചൊല്ലാൻ പോകുന്നത്. തുടക്കം കുറിക്കാൻ പോകുന്നത് ഈ മജ്ലിസിൽ വെച്ചിട്ട് അതിൻ്റെ ആരംഭമാണ്. 4444 നാരിയത്തു സ്വലാത്ത് നമുക്ക് ചൊല്ലിത്തീർക്കണം. നമ്മളെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ ഇജാസിയത്തോടുകൂടി ഇൻഷാ അല്ലാഹ് ഇന്ന് ചൊല്ലിയവരുണ്ടാകാം. 4444
44 നാരിയത്തു സ്വലാത്ത് തങ്ങളെ ഞാൻ ചൊല്ലിയിരുന്നു. ഇനിയും ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രയാസങ്ങളുണ്ടെങ്കിൽ ഈ മജ്ലിസിലൂടെ ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊല്ലാം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ, ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഇൻഷാ അല്ലാഹ് ഏറ്റുചൊല്ല ഒരു 11 പ്രാവശ്യം എന്നും 406 ദിവസം ഒരു 11 പ്രാവശ്യം നമുക്ക് ചൊല്ലാം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ ഇൻഷാ അല്ലാഹ് തെറ്റുകളില്ലാതെ അക്ഷരങ്ങൾ നോക്കി ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചൊല്ല. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم صل صلاة كاملة وصل سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الروائب وحسن الخواتم ويستسقى الأمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وصل سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الروائب وحسن الخواتم ويستسقى الأمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وصل سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الروائب وحسن الخواتم ويستسقى الأمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وصل سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الروائب وحسن الخواتم ويستسقى الأمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وصل سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الروائب وحسن الخواتم ويستسقى الأمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وصل سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الروائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وصل سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الروائب وحسن الخواتم ويستسقى الأمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وصل سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الروائب وحسن الخواتم ويستسقى الأمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وصل سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الروائب فحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وصل سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب
القرب وتقضى به الحوائج وتنال به الروائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسل سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الروائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك إن شاء الله ഇന്ന് ഈ മജ്ലിസിൽ വെച്ചിട്ട് നമ്മൾ നാരിയത്തു സ്വലാത്ത് തുടക്കം കുറിച്ച് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇനി ഓരോ ദിവസവും ഇൻഷാ അല്ലാഹ് ഒരു 11 പ്രാവശ്യം നിങ്ങൾ നാരിയത്തു സ്വലാത്ത് ചൊല്ലണം. 406 ദിവസം, ഇനി 405 ദിവസം ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ 4444 പ്രാവശ്യം നമുക്കിത് പൂർത്തിയാക്കാം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മളെ പ്രയാസങ്ങൾ അള്ളാഹു നീക്കി തരുമാറാകട്ടെ. ഈ നാരിയത്തു സ്വലാത്തിൻ്റെ ഹക്ക് ജാബർക്കത്തുകൊണ്ട് നമ്മളെ ബുദ്ധിമുട്ടുകൾ, നമ്മളെ പ്രയാസങ്ങൾ, വല്ലായ്മകൾ, പോരായ്മകൾ നമ്മളിൽ നിന്ന് അള്ളാഹു നീക്കി തരുമാറാകട്ടെ. അള്ളാഹു നീക്കി തരുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മൾ ഓതിയ ഫാത്തിഹ സൂറത്തിനെ, ഇഖ്ലാസ് സൂറത്തിനെ, മുഅവ്വിദത്തൈൻ സൂറത്തുകളെ സ്വലാത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് പടച്ച റബ്ബിലേക്ക് നമുക്ക് കരങ്ങൾ ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് റബ്ബിനോട് നമുക്ക് ചോദിക്കാം. പടച്ച റബ്ബ് നമുക്ക് ഉത്തരം നൽകുമാറാകട്ടെ, അള്ളാഹു ഉത്തരം നൽകുമാറാകട്ടെ, അള്ളാഹു ഉത്തരം നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാ പ്രയാസങ്ങളും മനസ്സിൽ കരുതിക്കോളി, എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മൾ മനസ്സിൽ കരുതിക്കോളി. അള്ളാഹു സ്വീകരിക്കും, അള്ളാഹു സ്വീകരിക്കും, അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും. നമുക്ക് പ്രയാസങ്ങൾ, നമ്മളെ ബുദ്ധിമുട്ടുകൾ, വല്ലായ്മകൾ, പോരായ്മകളെ തീ ശക്തിയിൽ അതിനെ കരിച്ചു കളയുന്ന സ്വലാത്താണ് നമ്മൾ ചൊല്ലിയത്, സ്വലാത്തുൻ നാരിയ. ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതിൻ്റെ ഉത്തരം, അതിൻ്റെ ഒരു പ്രതിഫലം അള്ളാഹു നമുക്ക് വീട്ടിലും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ, അള്ളാഹു നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. നമുക്ക് കൂട്ടമായി ദുആ ചെയ്യാം. നമ്മളെപ്പോഴും പറയുന്നത് പോലെ നമ്മൾ മോശക്കാരനായിക്കോട്ടെ, നമ്മൾ ആമീൻ പറയുന്ന നമ്മൾ മോശക്കാരായിക്കോട്ടെ, നമ്മൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകൾ ചെയ്തവരായിക്കോട്ടെ, ഈ മജ്ലിസിൽ കാണുന്നവരിൽ ധാരാളം നല്ല നല്ല മനുഷ്യന്മാരുണ്ട്, ആബിദായ അള്ളാഹുവിനെ പേടിക്കുന്ന ആബിദായ മനുഷ്യന്മാരുണ്ട്. അവരെങ്ങാനും ഒരു ആമീൻ പറഞ്ഞു കഴിഞ്ഞാൽ മജ്ലിസ് സ്വീകരിച്ചില്ലേ, അള്ളാഹു സ്വീകരിച്ച്. അതുകൊണ്ട് ഞാൻ മോശക്കാരനാണ്, ഞാൻ തെറ്റുകൾ ചെയ്യുന്ന ആളാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളെ മജ്ലിസിലേക്ക് കടന്നു വരാതിരിക്കണ്ട. ഈ മജ്ലിസ് മറ്റുള്ളവർക്കും കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കൂടി ഇതിലേക്ക് കടന്നു വരട്ടെ, എന്നിട്ട് സ്വലാത്തുകൾ ചൊല്ലട്ടെ. അതിൻ്റെ ഒരു കൂലി, അവർ ചൊല്ലിയതിൻ്റെ ഒരു കൂലി നമുക്ക് കിട്ടും. അതിൻ്റെ ഒരു മിസ്ൽ സവാബ് അള്ളാഹു നമുക്ക് തരും, ജീവിച്ചിരിക്കുന്ന കാലത്തും തരും. മരണപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു ഖബറിലേക്ക് എത്തിക്കും, അള്ളാഹു ഖബറിലേക്ക് എത്തിക്കും. നമ്മളെന്തിനാ പ്രയാസപ്പെടുന്നത്, നമ്മളെന്തിനാ ബുദ്ധിമുട്ടുന്നത്? ഒരു ഷെയർ ചെയ്ത് കൊടുക്കി, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കി. ഷെയർ ചെയ്യാന്ന് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക, അറിവിനെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അതിപ്പോൾ ഈ ഓൺലൈൻ മീഡിയകളാവുമ്പോൾ ഷെയർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതും അറിവാണ്, ഷെയർ ചെയ്തു കൊടുക്കുന്നതും അറിവ് തന്നെയാണ്. അതിലൂടെ അവർ ദിക്റിലേക്ക്, ഈ സ്വലാത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ, അവർ ചൊല്ലിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂലി ഞമ്മക്കാണല്ലോ മുഅ്മിനീങ്ങളെ, നമ്മളെ അക്കൗണ്ടിലേക്ക് അതിൻ്റെ പ്രതിഫലം വന്നു ചേരും. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. നമുക്ക് ആമീൻ പറയാം, നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാവരും ആമീൻ പറയാം, എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇതൊക്കെ ചൊല്ലി, ഈ ദിക്റൊക്കെ ചൊല്ലി, ഫാത്തിഹ സൂറത്ത് ഓതി, ഇഖ്ലാസുകൾ ഓതി, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ നാരിയത്തു സ്വലാത്ത് ചൊല്ലി ഇൻഷാ അല്ലാഹ് ഇരു കരങ്ങൾ ഉയർത്തി പടച്ച ഇരു കരങ്ങൾ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് നമ്മൾ ചൊല്ലിയത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാരിയത്തു സ്വലാത്താണ്. ഇൻഷാ അല്ലാഹു സ്വീകരിക്കും, അല്ലാഹു സ്വീകരിക്കാതിരിക്കില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ.
آمين. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا رحمن يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مؤمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا رافع يا الله يا سميع يا الله يا ذا الجلال والإكرام يا ذا الجلال والإكرام يا ذا الجلال والإكرام. يا حسبنا الله نعم الوكيل نعم المولى ونعم النصير. حسبنا الله نعم الوكيل نعم المولى ونعم النصير. يا ودود يا ودود يا الله يا ودود يا ودود يا ودود يا الله. അർഹമുർ റഹീമീനായ രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ തമ്പുരാനെ. എൻ്റെ അമ്പിയാക്കൾ ഔലിയാക്കൾ സലഫ് സ്വാലിഹീങ്ങൾ ആബിദീങ്ങൾ മുഫസ്സിരീങ്ങൾ മുഫസ്സിരീങ്ങൾ മുസന്നിഫീങ്ങൾ ഇവിടൊക്കെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അടിയങ്ങൾ യജമാനിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ ഹൈബാക്കി തട്ടി മാറ്റല്ലേ അല്ലാഹ് നീ ഹൈബാക്കി തട്ടി മാറ്റല്ലേ തമ്പുരാനെ. വിശുദ്ധമാക്കപ്പെട്ട മാസത്തിൽ വിശുദ്ധമാക്കപ്പെട്ട രാവുകളിലാണ് അല്ലാഹ് ഞങ്ങൾ ഇരു കരങ്ങളിലേക്ക് ഉയർത്തിയത്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും ചെയ്ത എല്ലാ തെറ്റുകളും അല്ലാഹ് നീ പുറത്തു തരണേ അല്ലാഹ് പുറത്തു തരണേ തമ്പുരാനെ. അടിയങ്ങൾക്ക് കൃപ നൽകണേ അല്ലാഹ് അടിയങ്ങളെ നന്നാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഈമാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ വറാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണേ അല്ലാഹ് ഞങ്ങളെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണേ തമ്പുരാനെ. തഖ്വയുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് തഖ്വയുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ദുനിയാവിൻ്റെ കാര്യം ചോദിക്കുന്നതിനേക്കാളും ഞങ്ങൾക്ക് കൂടുതലായിട്ട് ചോദിക്കാനുള്ളത് അല്ലാഹ് ആഖിറത്തിൻ്റെ കാര്യമാണ്. അല്ലാഹ് ആഖിറം വെളിച്ചമാക്കണേ അല്ലാഹ് ആഖിറം വെളിച്ചമാക്കണേ തമ്പുരാനെ. മരിക്കുന്ന സമയത്ത് ഈമാൻ പരിപൂർണമാക്കണേ അല്ലാഹ് ഈമാൻ കാമിലാക്കണേ തമ്പുരാനെ. ധാരാളം ആളുകൾ ദുആ വസിയ്യത്ത് ചെയ്തവരുണ്ട് അല്ലാഹ് അവരുടെ ചെറുതും വലുതുമായ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ് നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ധാരാളം ആളുകൾ ദുആ വസിയ്യത്ത് ചെയ്തവരുണ്ട്. ഭർത്താവിൻ്റെ കാര്യം പറഞ്ഞ് തങ്ങളെ ദുആ ചെയ്യണം. ഭർത്താവിൻ്റെ ജോലിയിൽ ഖൈർ ലഭിക്കാൻ തങ്ങൾ ദുആ ചെയ്യണം. വാട്സപ്പിലായിട്ടും കമൻറ്റ് ബോക്സിലായിട്ടും വിളിച്ചു പറഞ്ഞവരും നേരിട്ട് ബന്ധപ്പെട്ടവരും ദുആ വസിയ്യത്ത് ചെയ്തവരുണ്ട്. അല്ലാഹ് അർഹമുർ റഹീമീനായ അല്ലാഹ് ഭർത്താവിൻ്റെ ജോലിയിൽ ഖൈർ കൊടുക്കണേ അല്ലാഹ് ഖൈർ കൊടുക്കണേ തമ്പുരാനെ. മക്കളുടെ ജോലിയിൽ അല്ലാഹ് ഖൈർ മക്കളെ ജോലിയിൽ തങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹുവേ നീ ഖൈർ കൊടുക്കണേ അല്ലാഹ് നല്ല റാഹത്തായ ജോലി പ്രദാനം ചെയ്യണേ അല്ലാഹ് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. തങ്ങളെ ഒരു വീടിൽ ഇരിക്കക്കൂരയില്ല തങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹുവേ ഒരു ഭവനം അല്ലാഹുവേ അവർക്ക് നീ കൊടുക്കണേ അല്ലാഹ് അല്ലാഹുവേ നീ കൊടുക്കണേ തമ്പുരാനെ. ഒരു മസ്കൻ അല്ലാഹു അവർക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഈ
മാസത്തിൻ്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, ദിവസത്തിൻ്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ അവർക്ക് കൊടുക്കണേ അല്ലാ, കൊടുക്കണേ തമ്പുരാനെ. പല ജാതി പ്രയാസങ്ങളും ദുരിതങ്ങളും പറഞ്ഞ് മെസ്സേജ് അയക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു അവരുടെ പ്രയാസങ്ങൾ ഞാൻ പറയാതെ അല്ലാ നിനക്കറിയാമല്ലോ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാ, ചെറുതും വലുതുമായ എല്ലാ പ്രയാസങ്ങളെയും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. അതിൽ നിന്നൊരു പരിപൂർണ സലാമത്ത് അല്ലാഹുവർക്ക് നീ കൊടുക്കണേ അല്ലാ, കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹു അർഹമുർ റഹീമീനായ തമ്പുരാനെ, ഞങ്ങൾ ധാരാളം ആളുകൾ രോഗികളാണ് അല്ലാ, തങ്ങളെ ദുആ ചെയ്യണേ. ഉരവേദനയാണ്, തങ്ങൾ ദുആ ചെയ്യണം അല്ലാഹുവേ നീ ശിഫാ കൊടുക്കണേ അല്ലാ, ശിഫാ കൊടുക്കണേ തമ്പുരാനെ. ഡിസ്കിൻ്റെ കംപ്ലൈൻ്റ് ആണ്, തങ്ങൾ ദുആ ചെയ്യണം. കാലുവേദനയാണ്, തങ്ങൾ ദുആ ചെയ്യണം. കിഡ്നിയുടെ പ്രയാസങ്ങൾ രോഗികളുണ്ട് തമ്പുരാനെ, അല്ലാഹുവേ നീ ശിഫാ കൊടുക്കണേ അല്ലാ. ഇത്തരം പ്രയാസങ്ങൾ അല്ലാഹുവേ നീ ശിഫാ കൊടുക്കണേ തമ്പുരാനെ. ലിവർ സംബന്ധമായ രോഗമുള്ളവർ അല്ലാഹുവേ നീ ശിഫാ കൊടുക്കണേ തമ്പുരാനെ. ഹൃദയം സംബന്ധമായ രോഗികളുള്ളവരുണ്ട്, രോഗമുള്ളവരുണ്ട് തമ്പുരാനെ, ശിഫാ കൊടുക്കണേ തമ്പുരാനെ. ധാരാളം ആളുകൾ ഡയാലിസിസ് രോഗികളുണ്ട് അല്ലാഹുവേ നീ ശിഫാ കൊടുക്കണേ അല്ലാ, നീ പരിപൂർണ ശിഫാ കൊടുക്കണേ തമ്പുരാനെ. ഇബാദത്തിന് പോലും തടസ്സമുള്ള രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാ, ഞങ്ങളെ മാറ്റല്ലേ തമ്പുരാനെ. തലവേദനയിൽ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് അല്ലാഹുവേ നീ ശിഫാ കൊടുക്കണേ അല്ലാ, ശിഫാ കൊടുക്കണേ തമ്പുരാനെ. മാറാത്ത തലവേദന തന്ന് ഞങ്ങളെ പ്രയാസത്തിനാക്കല്ലേ അല്ലാ, ബുദ്ധിമുട്ടിലായിത്തല്ല തമ്പുരാനെ, ബുദ്ധിമുട്ടിലായിത്തല്ല തമ്പുരാനെ. മൈഗ്രെയിൻ പോലുള്ള തലവേദന തന്ന് ഞങ്ങളെ ബുദ്ധിമുട്ടിലായിത്തല്ലോ അല്ലാ, പ്രയാസം നൽകല്ലേ അല്ലാ, പ്രയാസം നൽകല്ലേ തമ്പുരാനെ. തൈറോയിഡിൻ്റെ പ്രയാസങ്ങൾ ഉള്ളവരുണ്ട്, തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട് അല്ലാ. അല്ലാഹുവേ രോഗം ശിഫയാക്കി കൊടുക്കണേ അല്ലാ, നീയാണ് ഷാഫി തമ്പുരാനെ, നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ, നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. യൂറിക് ആസിഡിൻ്റെ പ്രയാസങ്ങൾ വന്ന് കണുപ്പുകളിൽ സഞ്ചാരമാണ്, തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട് അല്ലാ. അല്ലാഹുവേ അല്ലാഹുവേ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ, നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. മാരകമായ ക്യാൻസർ പോലുള്ള, ട്യൂമർ പോലുള്ള, അറ്റാക്ക് പോലുള്ള, ബ്ലഡ് ക്യാൻസർ പോലുള്ള അസുഖങ്ങളല്ലോ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ, ഞങ്ങൾക്ക് നൽകല്ലേ തമ്പുരാനെ, ഞങ്ങൾക്ക് നൽകല്ലേ തമ്പുരാനെ. അത്തരം അസുഖത്തിൻ്റെ അണു ഞങ്ങളെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സാഅത്ത് മുതൽ ഞങ്ങൾ ചൊല്ലിയ ദിക്റിൻ്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, ഫാത്തിഹയുടെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, ഇഖ്ലാസിൻ്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, മുഅവ്വിദത്തൈനികളുടെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, സ്വലാത്തിൻ്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാ നീ കരീച്ച് കളയണേ അല്ലാ, നീ കരീച്ച് കളയണേ തമ്പുരാനെ. ഈ മജ്ലിസിൻ്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് നീ കരീച്ച് കളയണേ തമ്പുരാനെ. അല്ലാഹു അത്തരം അസുഖങ്ങളുള്ളവർക്ക് അല്ലാ നീ ശിഫാ കൊടുക്കണേ അല്ലാ, നീ ശിഫാ കൊടുക്കണേ തമ്പുരാനെ. തങ്ങളെ ദുആ ചെയ്യണേ. പ്രവാസിയാണെന്ന് പറഞ്ഞ ആളുകളുണ്ട് അല്ലാ, പ്രവാസികളുണ്ട്, ഞങ്ങളെ സ്നേഹിക്കുന്ന ധാരാളം പ്രവാസികളുണ്ട്, ഞങ്ങളെ മജ്ലിസ് കാണുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന അല്ലാ, ഞങ്ങളെ മജ്ലിസിനെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന പ്രവാസികളുണ്ട് അല്ലാഹുവേ. ഒരു പ്രവാസിക്കും പ്രവാസ ജീവിതം പ്രയാസകരമാക്കല്ലേ അല്ലാ, പ്രയാസകരമാക്കല്ലേ തമ്പുരാനെ. അവിടെ ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലേ അല്ലാ, അവിടെ അടങ്ങേറുകൾ കൊടുക്കല്ലോ അല്ലാ, അവിടെ ബലാകൾ കൊടുക്കല്ല തമ്പുരാനെ, മുസീബത്തുകൾ കൊടുക്കല്ല തമ്പുരാനെ. അവിടുന്ന് മരണപ്പെട്ട് പെട്ടിയിലാക്കി ജനാസ നാട്ടിലേക്ക് വരുന്നൊരവസ്ഥ ഒരു പ്രവാസിക്കും കൊടുക്കല്ല അല്ലാ, ഒരു പ്രവാസിക്കും കൊടുക്കല്ല തമ്പുരാനെ. അത്തരം അവസ്ഥ ഒരു പ്രവാസിക്കും കൊടുക്കല്ല തമ്പുരാനെ. മരിക്കുന്ന സമയത്ത് പുഞ്ചിരി തൂകി ഈമാൻ കാമിലായി മരിക്കുന്ന മുത്തഖീങ്ങളിൽ അവരെയും ഞങ്ങളെയും ഉൾപ്പെടുത്തണേ അല്ലാ, ഞങ്ങളെയും ഉൾപ്പെടുത്തണേ തമ്പുരാനെ, ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ അസുഖങ്ങളാക്കി ഞങ്ങളെ കെടുത്തല്ല അല്ലാ, ഒരു മൂലക്കിട്ട് ഞങ്ങളെ കെടുത്തല്ല തമ്പുരാനെ. മൂത്രത്തിന് പൈപ്പിട്ട്, കാഷ്ടത്തിന് പൈപ്പിടുന്നൊരവസ്ഥ, ഭക്ഷണത്തിന് പൈപ്പിടുന്നൊരവസ്ഥ അല്ലാഹുവേ, അത്തരം അവസ്ഥയിൽ ഞങ്ങളെ കെടുത്തല്ല അല്ലാ, ഞങ്ങളെ കെടുത്തല്ല തമ്പുരാനെ. ഈ ഉപ്പയൊന്ന് മരണപ്പെട്ട് കിട്ടിയാൽ മതിയായിരുന്നു, ഈ ഉമ്മയൊന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് മക്കൾ പറയുന്നൊരവസ്ഥയിൽ അല്ലാ ഞങ്ങളെ കെടുത്തല്ല അല്ലാ, ഞങ്ങളെ കെടുത്തല്ല തമ്പുരാനെ. അത്തരം അവസ്ഥയിൽ ഞങ്ങളെ കെടുത്തല്ല അല്ലാ, ഞങ്ങളെ കെടുത്തല്ല തമ്പുരാനെ. ഞങ്ങൾ നയിച്ചത് മുഴുവൻ
ഹോസ്പിറ്റലിൽ പോയി കെട്ടിവെക്കുന്ന അത്തരം അസുഖങ്ങളാക്കി അല്ലാഹ് ഞങ്ങളെ മാറ്റല്ലേ അല്ലാഹ്. അത്തരം അസുഖം തന്ന് ഞങ്ങളെ പ്രയാസത്തിലാക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ പ്രയാസത്തിലാക്കല്ലേ തമ്പുരാനെ, ഞങ്ങളെ പ്രയാസത്തിലാക്കല്ലേ അല്ലാഹ്. ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് തമ്പുരാനെ. ധാരാളം യുവാക്കളുടെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ്. റഹ്മുർ-റഹീമീനായ തമ്പുരാനെ, അല്ലാഹു ആക്സിഡന്റ് അപകട മരണങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്. ഞങ്ങൾക്ക് നൽകല്ലേ തമ്പുരാനെ. നടു റോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ അല്ലാഹ്. ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ തമ്പുരാനെ. ധാരാളം ആളുകൾ ഈ മജ്ലിസിൽ വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹുവേ. അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു ഇവിടെ പറയാൻ സാധ്യമല്ല, സമയം പരിമിതമാണ് അല്ലാഹുവേ. അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും, ഇവരുടെ മനസ്സിലുള്ള ആമീൻ പറയുന്നവരുടെ മനസ്സിലുള്ള എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹ് നിനക്കറിയാമല്ല തമ്പുരാനെ. നീ ഹാസിനാക്കി കൊടുക്കണേ അല്ലാഹ്. നീ ഹാസിനാക്കി കൊടുക്കണേ തമ്പുരാനെ. നീ ഹാസിനാക്കി കൊടുക്കണേ തമ്പുരാനെ. ധാരാളം കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളെ നമ്മളെ മജ്ലിസ് കാണുന്ന ഞങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട് അല്ലാഹുവേ. അല്ലാഹുവേ, ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധിതനാക്കി ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ മരിപ്പിക്കല്ലേ തമ്പുരാനെ. ഞങ്ങളെ മരിപ്പിക്കല്ലേ തമ്പുരാനെ. ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാഹ്. വീടില്ല തങ്ങളെ ചെയ്യണം. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന അവസ്ഥയാണ് അല്ലാഹുവേ. അല്ലാഹുവേ, ഒരു ഭവനം അല്ലാഹു അവർക്ക് നീ കൊടുക്കണേ അല്ലാഹ്. നീ കൊടുക്കണേ തമ്പുരാനെ. നീ കൊടുക്കണേ ഒരു മസ്കൻ അല്ലാഹു അവർക്ക് നീ കൊടുക്കണേ തമ്പുരാനെ. തങ്ങളെ ഭർത്താവിൻ്റെ ജോലിയിൽ തങ്ങൾ ദുആ ചെയ്യണം, മജ്ലിസിൽ ദുആ ചെയ്യണം എന്ന് പറഞ്ഞവരുണ്ട് അല്ലാഹുവേ. ഖൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്. ഖൈറായ ജോലി കൊടുക്കണേ തമ്പുരാനെ. മകന്റെ ജോലിയിൽ പ്രയാസങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹുവേ. ഖൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്. ഖൈറായ ജോലി കൊടുക്കണേ തമ്പുരാനെ. കല്യാണ പ്രായമെത്തിയവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹുവേ. ലാഹിക്കായ ഒരു ഇണകൾ അവർക്ക് നീ കൊടുക്കണേ അല്ലാഹ്. കൊടുക്കണേ തമ്പുരാനെ. മകള് കല്യാണപ്രായമെത്തി തങ്ങളെ വീട് പുര നിറഞ്ഞു കിടക്കുകയാണ്. മകളുടെ കല്യാണം ശരിയാവുന്നില്ല തങ്ങളെ, ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുടെ അല്ലാഹുവേ. ഒരു ലാഹിക്കായ ഒരു ഇണയെ കൊടുക്കണേ അല്ലാഹ്. കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. മകന്റെ കല്യാണക്കാര്യം പറഞ്ഞ് വിളിക്കുന്ന ആളുകളുണ്ട്, ബന്ധപ്പെടുന്ന ആളുകളുണ്ട്, ചികിത്സ തേടി വരുന്ന ആളുകളുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ, അല്ലാഹുവേ, ഒരു ഇണയെ കൊടുത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്. പ്രദാനം ചെയ്യണേ തമ്പുരാനെ. കുടുംബ ജീവിതത്തിൽ നീ ഖൈറ് കൊടുക്കണേ അല്ലാഹ്. ബർക്കത്ത് കൊടുക്കണേ തമ്പുരാനെ. ബർക്കത്ത് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയവരുണ്ട് അല്ലാഹ്. ഞങ്ങളിൽ ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയവരുണ്ട് തമ്പുരാനെ. അല്ലാഹു ഖബർ ജീവിതം നീ സുഖകരമാക്കി കൊടുക്കണേ അല്ലാഹ്. സുഖകരമാക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഒരുക്കി തീർന്നതുപോലെ ഒരുക്കി തീർന്ന പൊന്നാര പൊന്നുപ്പ അല്ലാഹുവേ ഇന്ന് ഖബറിലാണ് തമ്പുരാനെ. ഖബർ ജീവിതം നീ അല്ലാഹുവേ വിശാലമാക്കി കൊടുക്കണേ തമ്പുരാനെ. ഖബർ കണ്ണെത്താ ദൂരത്തോളം നീ വിശാലത കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, സ്വർഗത്തിൽ നിന്നൊരു കവാടം അല്ലാഹുവേ ഖബറിലേക്ക് നീ തുറന്നിട്ട് കൊടുക്കണേ അല്ലാഹ്. തുറന്നിട്ട് കൊടുക്കണേ തമ്പുരാനെ. മറോടണച്ച് അമ്മിഞ്ഞ പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാഹ്. ഖബർ ജീവിതം നീ റാഹത്തിനാക്കണേ അല്ലാഹ്. കണ്ണെത്താൻ ദൂരത്തോളം നീ ഖബർ വിശാലമാക്കണേ തമ്പുരാനെ. സ്വർഗത്തിൽ നിന്റെ ഫിറാശ് പൊന്നുമ്മാന്റെ ഖബറിലേക്ക് അല്ലാഹ് നീ വിരിപ്പിച്ചിട്ട് കൊടുക്കണേ അല്ലാഹ്. നീ വിരിപ്പിച്ച് കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളെ കൂട്ടുകാര്, ബന്ധുക്കള്, അയൽവാസികളൊക്കെ ഖബറിലുള്ളവരുണ്ട് അല്ലാഹുവേ. മരണപ്പെട്ടു പോയവരുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ, ഖബർ ജീവിതം നീ റാഹത്തിനാക്കണേ അല്ലാഹ്. റാഹത്തിനാക്കണേ തമ്പുരാനെ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും അതുപോലെ മരണപ്പെടും. ഞങ്ങൾ ഉണക്കക്കെട്ടിൽ ഞങ്ങൾ എങ്ങനെ മലർത്തി കെടുത്തും. ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും, മൂക്കിൽ പഞ്ഞി തിരികപ്പെടും അല്ലാഹുവേ. ആ സമയത്ത് മുഖത്ത് ഈമാനിന്റെ പ്രഭ നൽകണേ അല്ലാഹ്. മുഖത്ത് ഈമാനിന്റെ പ്രഭ നൽകണേ തമ്പുരാനെ. ഞങ്ങളെ വയ്യോരങ്ങളിലൂടെ ഞങ്ങളെ ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയെ പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ ജനാസയെ പെടുത്തണേ തമ്പുരാനെ. ഊരക്ക് മുണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് അങ്ങ് ഇറക്കി വെക്കും അല്ലാഹുവേ. ആ സമയത്ത് ഖബറിൽ രക്ഷ നൽകണേ അല്ലാഹ്. ഖബറിൽ രക്ഷ നൽകണേ തമ്പുരാനെ. തേളുകൾക്കും പാമ്പുകൾക്കും പുഴുക്കൾക്കും പകരം ഞങ്ങൾ ചെയ്ത ആമാലുകളെ നീ കൂട്ടാളിയാക്കണേ അല്ലാഹ്. കൂട്ടാളിയാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്ന ധാരാളം ഉമ്മമാരുണ്ട് തമ്പുരാനെ. വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് ഞങ്ങളെ മജ്ലിസ് കാണുന്ന ധാരാളം ഉമ്മമാരുണ്ട് അല്ലാഹുവേ. ഈ ഇന്ന്
പറഞ്ഞ അമൽ സ്വീകരിച്ച ധാരാളം ഉമ്മമാരുണ്ട് തമ്പുരാനെ. അള്ളാഹു അവർക്ക് നീ പ്രയാസങ്ങൾ കൊടുക്കല്ല തമ്പുരാനെ, ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ല തമ്പുരാനെ. സ്ഥലത്തിന്റെ ഭാഗത്ത് കുരുവന്ന് പൊട്ടിയൊലിച്ച് സ്ഥലം മുറിച്ചു മാറ്റുന്നൊരവസ്ഥ അള്ളാഹു അവർക്ക് നീ കൊടുക്കല്ലേ അള്ളാഹ്, കൊടുക്കല്ല തമ്പുരാനെ. സ്ഥലർബുദം അള്ളാഹു അവർക്ക് നീ എന്നെ സ്നേഹിക്കുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ മജ്‌ലിസിനെ സ്നേഹിക്കുന്ന ഒരു ഉമ്മാക്കും കൊടുക്കല്ല അള്ളാഹ്, കൊടുക്കല്ല തമ്പുരാനെ. ബിസ്മില്ലാഹിൽ റഹ്മാനിൽ റഹീം മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്വാൻ വമിൻ ദുൽമി സുൽത്താൻ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.